എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in, അതുപോലെ dhc-kerala.gov.in, സഫലം 2024 മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് results.kerala.gov.in എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കാണുന്നത് kerala-results.nic.in എന്ന വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് മുകളിലായിട്ട് തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം DHSC NSQF റിസൾട്ട്, അതുപോലെ DHSC റിസൾട്ട്സ്, അതുപോലെ VHSC റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് റിസൾട്ടാണ് പറയേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗങ്ങൾ കാണാം. അതുപോലെ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ജസ്റ്റ് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സൈഡിലായിട്ടൊരു സിമ്പിൾ കാണാം. ഇവിടെ സ്കൂൾ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ സ്കൂൾ വൈസ് റിസൾട്ട് ഈ ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ലഭ്യമാവാറ്. കാരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഇതേ പേജ് തന്നെ ഉണ്ട് എങ്കിലും പക്ഷേങ്കിൽ അവിടെ സ്കൂൾ കോഡ് നൽകുന്ന സമയത്ത് കറക്റ്റായിട്ട് സ്കൂളിൻ്റെ ആ ഒരു ലിസ്റ്റ് വരാറില്ല. ചില സമയത്ത് മാത്രമാണ് കറക്റ്റായിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഡ് ഏകദേശം 6 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു അക്കം ഒഴിവാക്കിയിട്ട് വേണം സ്കൂൾ കോഡ് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ആ ഒരു റിസൾട്ട് ലഭ്യമാകുന്നതാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ കോഡ് ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ dhc-kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ ലിസ്റ്റ് ഓഫ് സ്കൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗത്ത് നിങ്ങളുടെ ജില്ല നൽകിയിട്ടുണ്ടാകും. ആ ഒരു ജില്ല സെലക്ട് ചെയ്ത ശേഷം ആ ഒരു ജില്ലയിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് നൽകി ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് അതിൽ ജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകാവുന്നതാണ്. അപ്പോൾ സേ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.